നിങ്ങളൊരു മടിയനാണോ? നിങ്ങളൊരു മടിയനാണെന്ന് ഞാൻ പറയത്തില്ല. ഒരുപാട് ആഗ്രഹങ്ങളുള്ള, ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള, വലിയ വലിയ ഉയരങ്ങളിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകും. എന്നാൽ എന്തുകൊണ്ടോ നിങ്ങൾക്കതിന് സാധ്യമാകുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടാനുള്ള ആക്ഷൻസ് നിങ്ങളെ കൊണ്ട് എടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നു പോകുന്നു. നിങ്ങൾ 2 കൊല്ലം മുമ്പ് എന്താണോ ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ആരാകണമെന്നാണോ ആഗ്രഹിച്ചത്, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളായിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ആകാനുള്ള വഴികൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഒരുപക്ഷെ ഇന്ന് കാണുന്ന വലിയ വലിയ ബിസിനസ്സിലേക്ക് നോക്കിയാൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ പണ്ട് സ്വപ്നം കണ്ട അതേ ബിസിനസ് ആണല്ലോ ഇപ്പോൾ ഉണ്ടാകുന്നത്. കുറച്ച് പേരെങ്കിലും സൊമാറ്റോ പോലൊരു ഫുഡ് ഡെലിവറി സൊമാറ്റോ ഇറങ്ങുന്നതിന് മുമ്പേ മനസ്സിൽ കരുതിയിട്ടുള്ളവരായിരിക്കും. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ, നമ്മൾ കാണുന്ന ബിസിനസ്സുകൾ, സ്റ്റാർട്ടപ്സുകൾ, ഇനി എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലൂടെ പോയിട്ടുള്ളതായിരിക്കും. എന്നിട്ട് നമ്മളെ മുമ്പ് വേറൊരാളത് തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിനെല്ലാം ഒരേ ഒരു കാരണമേ ഉള്ളൂ: പ്രൊക്കാസ്റ്റിനേഷൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാതെ നാളത്തേക്ക് മാറ്റിവെക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോകും, വർഷങ്ങൾ കഴിഞ്ഞു പോകും, ആഗ്രഹങ്ങൾ അതുപോലെ നിൽക്കും, നമ്മളൊന്നും ആകില്ല. നിങ്ങൾ ലോ ഓഫ് ഇനോഷ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏതൊരു വസ്തുവും, ഏതൊരു ഒബ്ജക്റ്റും അതിങ്ങനെ നിശ്ചലമായിട്ട് ഇരിക്കുകയാണ്. അതിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നിടം വരെ അതിലൊരു മാറ്റവും വരില്ല. എന്നാൽ അതിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുമ്പോൾ അത് ഉറപ്പായിട്ടും അനങ്ങും, അല്ലെങ്കിൽ അതിലൊരു ചേഞ്ചസ് ഉണ്ടാവും. ഇതേ സെയിം അവസ്ഥയിലാണ് നമ്മൾ മനുഷ്യരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ടാസ്ക് ചെയ്യണമെങ്കിൽ, ഒരു പ്രവൃത്തിയിലേക്ക് കടക്കണമെങ്കിൽ നമുക്കും ഒരു ഇനിഷ്യൽ ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട്. ആ ഇനിഷ്യൽ പുള്ള് കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യാത്തത്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എത്ര വലിയ ടാസ്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ട ഇനിഷ്യൽ പുള്ളും ആ വലിയ ടാസ്കിനനുസരിച്ച് വലുതായിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ടാസ്ക് ചെറുതാണെങ്കിൽ നിങ്ങൾ ആ ഇനിഷ്യൽ പുള്ളും ചെറുതായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിലുള്ളത് ഒരു വലിയ ടാസ്ക് ആണെങ്കിൽ നിങ്ങൾ അതിനെ ചെറുതാക്കി മാറ്റുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 1000 വേർഡ്സ് ഉള്ള ഒരു എസ്സേ എഴുതണം. നിങ്ങൾ അതിനെ മാറ്റി 250 വേർഡ്സിൻ്റെ ഒരു എസ്സേ ആക്കി മാറ്റുക. അങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ 250 വേർഡ്സ് എന്ന് പറയുന്നത് ചെറുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ ചെറിയ പുഷ് നിങ്ങൾ കൊടുത്ത് അത് എഴുതി തുടങ്ങിയാൽ ഒരിക്കൽ ആ 250 വേർഡ്സിൻ്റെ എസ്സേ കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ 500 വേർഡ്സിലേക്ക് കടക്കും. പിന്നെ നിങ്ങളത് 1000 മാറും. എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യം നിങ്ങൾ തുടങ്ങി വെച്ചാൽ അത് അവസാനം വലിയ രീതിയിൽ തന്നെ, അഥവാ നിങ്ങളുടെ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എത്തിപ്പെടാൻ പറ്റും. നിങ്ങൾ ആ ഇനിഷ്യലായിട്ട് തുടങ്ങാത്തത് കൊണ്ടാണ് ശരിക്കും അത് സാധിക്കാത്തത്. ഇന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്ന ഏത് യൂട്യൂബേഴ്സിനെ എടുത്ത് നോക്കിയാലും അവരുടെ ഒരു 3-4 വർഷം മുമ്പുള്ള വീഡിയോസിലേക്ക് പോകണം. ആ വീഡിയോസ് എല്ലാം ലോ ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കും. ചുമ്മാ മൊബൈൽ ഫോണിൽ തുടങ്ങിയ വീഡിയോസ് ആയിരിക്കും. ഇന്ന് ഹൈ എൻഡ് ക്യാമറാസ് അവർക്കുണ്ട്, വലിയ സ്റ്റുഡിയോ സെറ്റപ്പുകളുണ്ട്. ഏതൊരു കാര്യവും ചെറുതിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വലിയ നിലയിൽ എത്താൻ കഴിയും. ട്രസ്റ്റ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക, ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട റൂളാണ് 2 മിനിറ്റ് റൂൾ. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വെറും 2 മിനിറ്റ് മാത്രം ചെയ്യാൻ വേണ്ടി ഇരുന്ന് നോക്ക്. ചെറിയ ചെറിയ ടാസ്കുകളുടെ കാര്യം ഞാൻ ഈ പറയുന്നത്, വലിയ ടാസ്ക് ആണെങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞുള്ള രീതിയിൽ വെക്കുക. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ 5 മിനിറ്റ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, 5 മിനിറ്റ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ പോയാൽ പോലും നിങ്ങൾക്ക് ആ കാര്യം മടിയില്ലാതെ അല്ലെങ്കിൽ മടുപ്പില്ലാതെ ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു വാക്കിലിരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം. 5 മിനിറ്റ് ചെയ്യുക, പേന മാറ്റി വെക്കുക, ചുമ്മാ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, വീണ്ടും 5 മിനിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞായിരുന്നു, എലോൺ മസ്ക് തൻ്റെ 53 വയസ്സ് കൊണ്ട് ഉണ്ടാക്കിയ സമ്പാദ്യം കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഇരട്ടിയായെന്നുള്ളത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? 53 വർഷം കൊണ്ട് എത്ര സമ്പാദ്യം ഉണ്ടാക്കിയോ അത് ഇരട്ടിയാകാൻ വെറും 1 വർഷമേ എടുത്തോളൂ. ആദ്യത്തെ 1 ലക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പാട്. പിന്നുള്ള 10 ലക്ഷം കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ 1 കോടിയിലെത്താനും 10 കോടിയിലെത്താനൊക്കെ ഭയങ്കര എളുപ്പമാണെന്ന് തന്നെ പറയാം. ഇതുപോലാണ് നമ്മുടെ ഏതൊരു വർക്കും. നമ്മൾ തുടങ്ങി വെക്കാൻ ബുദ്ധിമുട്ടുന്നു, തുടങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ, കുറച്ചെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.